Hi guys, welcome back to One Wealth. ഇപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു എക്സ്ചേഞ്ച് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യണം, ഏതിലാണ് ഫീസ് കുറവ്, അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ച്, സെൻട്രലൈസ് എക്സ്ചേഞ്ച് എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയമാവും, ഇതിൽ ഏത് എക്സ്ചേഞ്ച് ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വരാം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ആവണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സെൻട്രലൈസ് എക്സ്ചേഞ്ചുകൾ എന്താണെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ എന്താണെന്ന് നമ്മൾ നോക്കും. ഇത് രണ്ടും തമ്മിലുള്ള കീ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ രണ്ടിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ബൈനാൻസ്, ക്രാക്കൻ, പിങ്എക്സ്, ബ്ലോഫിൻ, പിന്നെ ഇന്ത്യയിലെ എക്സ്ചേഞ്ച് ആയിട്ടുള്ള കോയിൻ DCX, ഡെൽറ്റ ഇന്ത്യ, ഇങ്ങനത്തെ ഈ എക്സ്ചേഞ്ചുകളൊക്കെയാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളെല്ലാം കമ്പനി കൺട്രോൾഡ് ആയിരിക്കും. അതായത് നമ്മൾ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട്, വിത്ഡ്രോ ചെയ്യുന്ന ഫണ്ട്, ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ആ ഒരു കമ്പനി തന്നെ ആയിരിക്കും. അതായത് ആ ഒരു എക്സ്ചേഞ്ച് തന്നെ ആയിരിക്കും നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. സെൻട്രലൈസ് എക്സ്ചേഞ്ചുകൾ എപ്പോഴും ഈസി ടു യൂസ് ആയിരിക്കും. നമുക്ക് ബൈ ചെയ്യാനാണെങ്കിലും സെല്ല് ചെയ്യാനാണെങ്കിലും ട്രേഡ് ചെയ്യാനാണെങ്കിലും മറ്റെന്ത് ഫീച്ചേഴ്സ് ആണെങ്കിലും P2P ട്രേഡിങ് ഇങ്ങനെയുള്ള ഏത് സർവീസ് ആണെങ്കിലും നമുക്ക് ഈസി ടു യൂസ് ആയിരിക്കും. യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള എക്സ്ചേഞ്ചുകളാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ എപ്പോഴും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് തുടങ്ങാൻ ഏറ്റവും നല്ലത് യൂസ് ചെയ്ത് തുടങ്ങാൻ ഏറ്റവും നല്ലത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലാണ് എപ്പോഴും ലിക്വിഡിറ്റി കൂടുതൽ. നമ്മൾ എപ്പോൾ ഒരു ബൈ ഓർഡർ അല്ലെങ്കിൽ സെൽ ഓർഡർ നമ്മൾ എപ്പോൾ പ്ലേസ് ചെയ്താലും അപ്പോൾ തന്നെ ആ ഒരു ഓർഡർ ഫില്ല് ആവുന്നതാണ്. കാരണം ലിക്വിഡിറ്റി എപ്പോഴും കൂടുതൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലായിരിക്കും. ഈസി ടു യൂസ് ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെതായ റിസ്കുകൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾക്കുണ്ട്. അതായത് ആ ഒരു ക്രിപ്റ്റോ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ആ ഒരു എക്സ്ചേഞ്ച് ആണ്. അതായത് നമ്മുടെ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നതും ആ എക്സ്ചേഞ്ച് തന്നെയാണ്. നമ്മളുടെ ക്രിപ്റ്റോ നമ്മളല്ല ഹോൾഡ് ചെയ്യുന്നത്, ആ എക്സ്ചേഞ്ച് ആണ് ഹോൾഡ് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ എപ്പോഴും ഈസി ടു യൂസ് ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും അതിലേക്ക് ഒരുപാട് റിസ്കുകൾ വരുന്നുണ്ട്. എക്സ്ചേഞ്ചുകൾ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവർ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളുടെ അസറ്റ് അവിടെ ഫ്രീസ് ആയി പോകും. നമുക്ക് പിന്നെ അത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഇടയ്ക്ക് തന്നെ ബൈബിറ്റ് എന്ന് പറയുന്ന ഒരു മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു. ആ എക്സ്ചേഞ്ചിൽ ഇതുപോലെ എഥേറിയം ഹാക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ഹാക്കിങ് നടന്ന സമയത്ത് അതിലെ യൂസേഴ്സിന് അവരുടെ അസറ്റ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റിസ്കുകൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ ഈ ഒരു റിസ്ക് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ എക്സ്ചേഞ്ചിൽ ബൈ ചെയ്യുന്ന കോയിൻസ് നമ്മളുടെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റി ഇടാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അത് പോയി കാണുക. ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അഥവാ ഡെക്സ് എന്ന് പറയും. ഇപ്പോൾ ഡെക്സിന്റെ ഒരു പോപ്പുലർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് യൂണിസ്വാപ്പ്, പംസ്വാപ്പ്, റേഡിയം, ഡെക്സ് സ്ക്രീനർ, ഇതൊക്കെയാണ്. ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ഉണ്ട്. ഞാൻ 4 ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഡെക്സുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സൈനപ്പോ KYCയോ ആവശ്യമില്ല. നമ്മളൊരു അക്കൗണ്ട് എടുത്ത് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട കാര്യവും വരുന്നില്ല. KYC ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഡെക്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രിപ്റ്റോയിൽ 100% കൺട്രോൾ നിങ്ങൾ തന്നെയാണ്. അല്ലാതെ ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒരു കൺട്രോളും നമ്മളുടെ ക്രിപ്റ്റോയിൽ ഇല്ല. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും എല്ലാം എക്സ്ചേഞ്ചുകളാണ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മൾ തന്നെയാണ് ക്രിപ്റ്റോ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും എല്ലാം. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്ട്സ് ഉപയോഗിച്ച് നമ്മളുടെ വാലറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനിടയ്ക്കൊരു മിഡിൽ മാൻ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ജെന്യുവിൻ ആണോ എന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒരു ജെന്യുവിൻ എക്സ്ചേഞ്ച് ആണോ എന്ന് നിങ്ങൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റ് കൊണ്ടുപോയി അതിലൊന്നും കണക്ട് ചെയ്ത് കൊടുക്കരുത്. പിന്നെ പറയുവാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിക്വിഡിറ്റി കുറവായിരിക്കും. അതേസമയം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഹൈ ലിക്വിഡിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അത് കുറവായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഓർഡർ എക്സിക്യൂഷന്റെ ടൈമും ഭയങ്കര ലോങ് ടൈം ആയിരിക്കും. ഓരോ ബ്ലോക്ക് ചെയിൻ അനുസരിച്ചാണ്. നമ്മൾ ഏത് നെറ്റ്വർക്ക് വഴിയാണോ ആ ഒരു ട്രേഡ് നടത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് സെൻഡ് ചെയ്യുന്നത്,
അതിനനുസരിച്ചായിരിക്കും ആ ഒരു ബ്ലോക്ക് ചെയിനിന്റെ എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും ആ ഒരു ട്രാൻസാക്ഷന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഇത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു കീ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു CXും ഡെക്സും തമ്മിലുള്ള കീ ഡിഫറൻസസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം കസ്റ്റഡി. നമ്മളൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണെങ്കിൽ നമ്മൾ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നില്ല. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് നമ്മളുടെ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെക്സ് ആണെങ്കിൽ നമ്മളുടെ ക്രിപ്റ്റോ നമ്മൾ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ. അടുത്തത് വരുന്നത് ഈസ് ഓഫ് യൂസ് ആണ്. ഈസി, ബിഗിനർ ഫ്രണ്ട്ലിയും ഉപയോഗിക്കാൻ എളുപ്പവുമായിട്ടുള്ളത് എപ്പോഴും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെയാണ്. കാൽക്കുലേഷൻസും എല്ലാം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് എളുപ്പമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മോർ കോംപ്ലക്സ് ആണ്. കാൽക്കുലേഷൻസ് കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ എക്സിക്യൂഷനും എല്ലാം കോംപ്ലക്സ് ആണ്. പ്രൈവസിയുടെ കാര്യം പറയുവാണെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മളെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യണം. അതായത് KYC റിക്വയർഡ് ആണ്. KYC റിക്വയർഡ് അല്ലാത്ത എക്സ്ചേഞ്ചുകളുണ്ട്. ഫസ്റ്റ് എല്ലാ എക്സ്ചേഞ്ചും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും KYC റിക്വയർഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമുക്ക് ഒരിക്കലും KYC ഒന്നും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും അവിടെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ലിക്വിഡിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഹൈ ലിക്വിഡിറ്റി ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ വേരി ചെയ്യും. നമ്മളുടെ ഓരോ നെറ്റ്വർക്ക് അനുസരിച്ച് അത് വേരി ചെയ്യും. ഡെക്സുകളിലെ ഓർഡർ എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു ബ്ലോക്ക് ചെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് നെറ്റ്വർക്ക് വഴിയാണോ സെൻഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അതല്ല, ഏതെങ്കിലും നെറ്റ്വർക്കിൽ കൺജഷൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ ലാഗ് വരും. അതുകൊണ്ട് എപ്പോഴും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെ ആയിരിക്കും ഫാസ്റ്റർ എക്സിക്യൂഷൻ. ഈ ഒരു വീഡിയോ കാണുന്നവർ 90% പേരും ബിഗിനേഴ്സ് ആയിരിക്കും. അവർക്ക് ഏത് എക്സ്ചേഞ്ച് ആണ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് എന്നായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു സംശയം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉപയോഗിച്ച് തുടങ്ങുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അതിന് കാൽക്കുലേഷൻസ് എളുപ്പമാണ്, പിന്നെ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആണ്. അതുപോലെ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്, ഈസി ടു യൂസ് ആണ്. അങ്ങനെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെയാണ്. നിങ്ങൾ ക്രിപ്റ്റോയിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള പൈസ ക്രിപ്റ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫിയറ്റ് കൺവേർഷൻ വേണമെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേ ഉള്ളൂ. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മളുടെ ഫിയറ്റ് കറൻസി കൊണ്ടുള്ള ഒരു ഇടപാടുകളും ഇല്ല. അതുകൊണ്ട് നമ്മൾ ബിഗിനർ ആണ്, നമുക്ക് ആദ്യം മണി ക്രിപ്റ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെ ആയിരിക്കും വേണ്ടത്. അതുപോലെ നമുക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ എല്ലാം പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെ വേണം. ഇനി ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോയിൽ ഫുൾ കൺട്രോൾ വേണം. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് വഴി നിങ്ങളുടെ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യാനും താല്പര്യമില്ല, എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യാനും താല്പര്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോയിൽ 100% കൺട്രോൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നീട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൈവസി. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അനോണിമസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ട്രേഡുകൾ ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെയാണ് അതിനുള്ളൊരു ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് ഈ മീം ടോക്കൺസ് ഒക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാലറ്റ് വഴിയേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം വാലറ്റ് വഴി ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രമാണ് വാലറ്റ് കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ഇതുപോലെ മീം ടോക്കൺസ് എല്ലാം ആദ്യമേ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് അച്ചീവ് ചെയ്ത് പോപ്പുലർ ആവുന്ന കോയിൻസ് മാത്രമാണ് നമ്മളുടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആയിട്ട് വരിക. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല പ്രോജക്റ്റുകൾ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുയി, ഓണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പ്രോജക്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളെല്ലാം ഒരു മാർക്കറ്റ് ക്യാപ്പ് അച്ചീവ് ചെയ്തതിന് ശേഷമാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കത് ബൈ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലാണ് ഈ കോയിൻസ് എല്ലാം ആദ്യമേ ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇനിഷ്യൽ സ്റ്റേജിൽ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഫിയറ്റ് കൺവേർഷൻ ഉള്ളത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രമാണ്. അതുപോലെ തന്നെ P2P ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിയറ്റ് കൺവേർഷൻ ചെയ്യാവുന്നതാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ കൺട്രോള്, പ്രൈവസി, പിന്നെ ഇതുപോലെ മീം ടോക്കൺസിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. രണ്ട് എക്സ്ചേഞ്ചും ഒരുമിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ബിങ്ങെക്സ് ആണ്. നിങ്ങൾക്ക് ബിങ്ങെക്സിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, സമയമുള്ളപ്പോൾ കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണ്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണ്, ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.